ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ മോർണിംഗ് ഞാൻ ഏവിയറിയിൽ വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു പണിയുണ്ട്. അതായത് നമ്മുടെ ഈ നെറ്റ് ഉണ്ടല്ലോ, നമ്മളീ പടത്താൻ വേണ്ടി നമ്മൾ പാവലും പടവലൊക്കെ പടത്തി വിട്ടിരിക്കുന്ന ഈ നെറ്റ്, ആക്ച്വലി ഇതിൻ്റെ കണ്ണികൾക്ക് ഗ്യാപ്പ് വളരെ കുറവാണ്. അതുകൊണ്ടൊരു നല്ല രീതിക്കല്ല പോകുന്നത്. കണ്ടോ, ഈ പടവല നേരെ സ്ട്രെയിറ്റായിട്ട് കയറി പോവുക, അങ്ങോട്ടും ഇങ്ങോട്ടും പിണഞ്ഞു പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്രയും ഗ്യാപ്പ് കുറവായിട്ടുള്ളത് ഒരു മണ്ടത്തരമായിപ്പോയി. അപ്പം ഇതങ്ങ് മാറ്റാനാണ് ഇന്ന് ഞാൻ വിചാരിക്കുന്നത്. മാറ്റിയിട്ട് അപ്പുറത്തെ സൈഡിലിട്ടിരിക്കും പോലത്തെ വലിയ ഗ്യാപ്പുള്ള ഈ നെറ്റ് തന്നെയാണ് അപ്പുറത്ത് അവിടെയും കൂടെ ആക്കിയാലേ ശരിയാവുള്ളൂ. അത് ഒട്ടും ശരിയാവുന്നില്ല. അത് മാത്രമല്ല, പിന്നീട് നമ്മൾ ഇവിടെ ബെഡ്സിനെ ഓപ്പൺ ചെയ്ത് വിടുമ്പം അവർക്കും പറക്കാൻ കുറച്ച് ഗ്യാപ്പുള്ളതായിരിക്കും കുഞ്ഞു കിളികൾക്ക് നല്ലത്. അതുകൊണ്ട് ആരെങ്കിലും ചെയ്യണമെങ്കിൽ ഇതേപോലെ കുഞ്ഞ് ഗ്യാപ്പുള്ള നെറ്റിടുന്നേക്കാളും വലിയ ഇഴകളുള്ള ഇത്തിരി ബലമുള്ള ആ ടൈപ്പ് നെറ്റിടുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇതൊരു ഇരട്ടിപ്പണിയായിപ്പോയി. എനിക്കിത് കംപ്ലീറ്റ് മാറ്റി ഒന്നാമത് ഇതിൽ നമ്മുടെ പാവലൊക്കെ അത്യാവശ്യം പടന്ന് കയറി, അതിൻ്റെ മണ്ട ഞാൻ നുള്ളി വിട്ടു. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പടന്ന് കഴിയുമ്പോൾ ഈ താഴെയുള്ള ഇലകളൊക്കെ നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് വിടണം, പയറിൻ്റെ ആയിട്ടും. എന്നാലേ കൂടുതലും നന്നായിട്ട് വളർന്ന് പെട്ടെന്ന് പൂക്കാനൊക്കെ തുടങ്ങത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇലകൾ ഇത് ഫുള്ള് എനർജിയും വലിച്ചെടുത്തു. അതുപോലെ തന്നെ നമ്മുടെ പടവലത്തിനും അങ്ങനെ തന്നെ നമ്മൾ ഇലയിലൊക്കെ കട്ട് ചെയ്ത് വിടണം. അതേപോലെ ഇതിൻ്റെ മണ്ടയിൽ നുള്ളി വിടണം, കാരണം അത് അങ്ങ് എത്താറായി. അപ്പോൾ നമുക്കത് നുള്ളി വിടണം. അതേപോലെ നെറ്റും മാറ്റണം. അന്ന് നമ്മൾ ചെയ്ത ഈ ശംഖുപുഷ്പത്തിൻ്റെ 3 തൈകൾ നമ്മൾ കയറ്റിയിടാൻ വേണ്ടി സെറ്റപ്പ് ചെയ്തില്ലേ, അത് 3 ചരടുകൾ കൊടുത്തിട്ട് നമ്മൾ ഈ നെറ്റ്, ഈ ചെറിയ ഇഴകൾ ഉള്ള ഈ നെറ്റ് ഇതിന് കുഴപ്പമില്ലായിരിക്കും, ഇതിലേക്ക് ചെയ്തു. അപ്പോൾ അത് കുഴപ്പമില്ല. നമ്മൾ ഈ വെജിറ്റബിൾസ് പടത്തുമ്പോഴത്തേക്കും അത്യാവശ്യം വലിയ ഗ്യാപ്പുള്ളത് പടത്തിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാകും. അപ്പം അത് മാറ്റാനാണ് ഇന്നത്തെ പരിപാടി. നോക്കാം. അങ്ങനെ നമ്മൾ പഴയ ചെറിയ നെറ്റ് മാറ്റിയിട്ട് വലിയ നെറ്റ് ഇങ്ങറ്റം തൊട്ട് ലാസ്റ്റ് മാക്സിമം അങ്ങറ്റം വരെ ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങറ്റം വരെ എനിക്ക് പടത്തുന്ന വെജിറ്റബിൾസ് പയറും മറ്റൊക്കെ വളർത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്രോ ബാഗൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ സൈഡിലും കൂടെ കുറച്ച് നടാനുണ്ട്. ആ സൈഡിലും കൂടെ നട്ട് കഴിയുമ്പോൾ നമ്മുടെ പടന്നു പോകുന്ന ചെടികളെല്ലാം ഓക്കെ ആവും. അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു ഗ്രീനിഷ് ആവും നന്നായിട്ട് വളർന്നു കഴിയുമ്പോൾ. അപ്പോൾ നമ്മൾ പടവലത്തിൻ്റെ മണ്ടഭാഗം കട്ട് ചെയ്ത് വിട്ടു. അതുപോലെ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം വളർന്നു കഴിയുമ്പോൾ നല്ല രസമാവുമെന്ന് വിചാരിക്കുന്നു.